നമുക്ക് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും കോഴിക്കോട് നിന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ പോയി ജീവിക്കുന്ന കിഷോറിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ ഈ ഇപ്പം നടക്കുന്ന ഫുട്ബോളിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ, നിങ്ങളുടെ ട്രെയിൻ ഫെസിലിറ്റീസിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, ജീവിതം മാറിയിട്ടുണ്ട്, ടൈം ഷെഡ്യൂൾ മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് കിഷോർ അത് ഫീൽ ചെയ്യുന്നത്? അതായത് കിഷോറിന് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അമേരിക്കക്കാർക്ക് ഇപ്പം നമ്മളിപ്പോൾ അതിനകത്തൊരു പേഴ്സൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മുഴുവൻ ആൾക്കാരും സോക്കർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അമേരിക്കൻ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതെ, ഇത് രണ്ടും രണ്ട് സംഗതിയാണ്. പക്ഷെ അവിടെ ഒരു വലിയൊരു ഓളമുള്ളതായിട്ട് നമുക്കൊരു സ്പെക്ടക്കിൾ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് കിഷോർ അതിനെ കാണുന്നത്? സജീവ് 94 അമേരിക്കയിൽ ഇതിനു മുൻപ് ലോകകപ്പ് സോക്കർ നടത്തിയത്. 32 വർഷങ്ങൾ, 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അമേരിക്കയിൽ വീണ്ടും വേൾഡ് കപ്പ് അല്ലെങ്കിൽ സോക്കർ അറിയപ്പെടുന്നത്. അവിടെ ഫുട്ബോൾ എന്ന് പറയാറില്ല, ഫുട്ബോൾ അവിടെ അമേരിക്കൻ ഫുട്ബോളാണ്, നാഷണൽ ഫുട്ബോൾ ലീഗ്. പക്ഷെ പൊതുവെ അമേരിക്കയിൽ ഈ തുടങ്ങുന്നതിന് 11 നഗരങ്ങളാണ് അമേരിക്ക ആതിഥേയത്വം വഹിക്കുന്നത്. നമുക്കറിയാം, മെക്സിക്കോയിൽ 3 നഗരങ്ങളും കാനഡയിൽ 2 നഗരങ്ങളും. ഈ 11 നഗരങ്ങളിലും നമ്മൾ വിചാരിക്കാനാവാത്ത ആവേശം. ആദ്യമൊക്കെ എല്ലാവർക്കും വലിയ സംശയം ഉണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് പ്രൈസിൻ്റെയൊക്കെ വലിയ ഒരു ഓബ്സ്റ്റക്കിളായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ ഇത് സക്സസ്ഫുൾ ആവുമോ എന്ന വലിയൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറയുന്നത് ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ മൈ ബാക്ക് യാർഡ്, വൈ ഡോണ്ട് ഐ ഗോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളിപ്പോൾ സ്റ്റേഡിയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ ദിവസവും സോൾഡ് ഔട്ടാണ്. ഞാൻ തന്നെ 4 or 5 കളികൾ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ, ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ പോയി. എൻ്റെ വീട്ടിൽ ഫൈനൽ അവിടെ നടക്കുന്നത് ജൂലൈ 19 എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ടിക്കറ്റിന് ഈ ഫിഫയുടെ ബിഡിംഗ് പ്രോസസ്സിലൊക്കെ പലരും കൂടുതൽ ചീപ്പറായിട്ട് ടിക്കറ്റ് ലഭിക്കാനൊക്കെ നോക്കിയെങ്കിലും ഈ എല്ലാ നഗരങ്ങളിലും വലിയ ആവേശം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കാത്ത അല്ലെങ്കിൽ അത്രയധികം ജനപ്രചാരം ഇല്ലാത്തൊരു കളിയാണ് ഫുട്ബോൾ അമേരിക്കയിൽ, സോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതൊരു വലിയൊരു കാർണിവലായി മാറി എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം. കാരണം ജനങ്ങൾ ഇത് ഏറ്റെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം സജീവ്, വലിയ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ അമേരിക്കയിൽ. നമുക്ക് അതിലേക്ക് വരാൻ മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴേ, ഇപ്പം കിഷോർ താമസിക്കുന്ന സ്ഥലത്തിന് ഇപ്പം കാലിഫോർണിയ എന്തായാലും എന്തിലില്ല, ഈ സർക്യൂട്ടിലില്ല. അവരാദ്യം തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഷിക്കാഗോ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളും ഇല്ല. മാത്രമല്ല, നമുക്ക് ഈ ടൈം സോൺ അറിയാം. നിങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് രാവിലെ ആകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് രാവിലെ ആകുന്നത് നമുക്ക് അങ്ങനെ ഇല്ലല്ലോ കേരളത്തിൽ. ഏതാണ്ട് തിരുവനന്തപുരത്ത് രാവിലെ ആകുന്നതും കാസർഗോഡ് രാവിലെ ആകുന്നതൊക്കെ ഒരുപോലെയാണ്. നിങ്ങളുടെ ഇത് വെച്ചിട്ട് നമ്മൾ കുടുങ്ങിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഫുട്ബോൾ കാണുക എന്ന് പറഞ്ഞാൽ മെക്സിക്കോയിലെ സമയം, മറ്റേ സമയം എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം 1:30 വേറൊരു ദിവസം 10:30. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ കളി കാണുന്നത്. അപ്പം ഈ അമേരിക്കയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ അമേരിക്കയിലെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. കാരണം അമേരിക്കയിൽ എത്ര ടൈം സോൺസ് ഉണ്ട്. ഇപ്പം ഞാൻ ന്യൂയോർക്കിൽ എനിക്ക് രാവിലെ 9 മണിയാണെങ്കിൽ കാലിഫോർണിയയിൽ 6 മണിയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ടൈം സോൺ 2 മണിക്കൂർ വ്യത്യാസമാണ്. അപ്പോൾ ഈ കളി കാണാൻ ജനങ്ങൾ എത്തുന്നതും ടെലിവിഷൻ സംപ്രേഷണത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല, ദൂരം. ഇപ്പോൾ ഞാൻ അധികം കളി കണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ്. കാരണം എനിക്കത് അടുത്താണ്. അപ്പം എനിക്ക് ബോസ്റ്റണിലാണ് അടുത്തൊരു സിറ്റി, ഫിലഡൽഫിയയും ബോസ്റ്റണാണ് അടുത്ത സിറ്റി. ബോസ്റ്റണിലേക്ക് പോകണമെങ്കിൽ 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോകണം. അപ്പം എനിക്ക് ലോസ് ആഞ്ചലസിൽ പോയി കളി കാണാൻ തോന്നിക്കഴിഞ്ഞാൽ 5.5 മണിക്കൂറിൻ്റെ ഫ്ലൈയിങ് ടൈം ഉണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു രാജ്യത്ത് 11 നഗരങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പോയി കളി കാണാമെന്നൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റുന്നതല്ല. അപ്പോൾ മിക്ക ആൾക്കാരും അവരുടെ സിറ്റീസിൽ, ഇപ്പോൾ ഡാലസിലായാലും ഹ്യൂസ്റ്റണിലായാലും സിയാറ്റിലായാലും അവിടെയുള്ളവർ അവിടെ നിന്ന് കളി കാണുന്നു. അല്ലാതെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റേ സിറ്റിയിൽ പോയി കളി കാണുന്നവരില്ല. പക്ഷെ പൊതുവെ എല്ലായിടത്തും ഒരേപോലത്തെ ആവേശം ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ നമ്മൾ ഇതുവരെ മെസ്സിയുടെ ഒന്നും ജേഴ്സി ഇടാത്ത ആൾക്കാർ പോലും അർജന്റീനയുടെ ജേഴ്സി, കേരളത്തിൻ്റെ അത്ര ആവേശമില്ലെങ്കിലും പൊതുവെ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റീസ് ഇതിനെ വലിയ രീതിയിൽ ഏറ്റെടുത്തു. അതുപോലെ തന്നെ അമേരിക്കൻസ്. ഇപ്പൊ ടീം USA ഇതിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ, പിന്നെ ടീം USA നമുക്കറിയാം ബെൽജിയമായിട്ട് തോറ്റു. ഈ തോറ്റപ്പോൾ എന്താണ് നിങ്ങളെ ഫീലിംഗ്? എന്താ പൊതുവെ അമേരിക്ക അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നോ കിഷോറിനൊക്കെ? അങ്ങനെയില്ല. കാരണം നമുക്ക് അമേരിക്കൻ ടീമിന്റെ ന്യൂനതകളൊക്കെ അറിയാം. പോലും ബെൽജിയത്തിനോട് തോൽക്കുന്നു തോന്നിയിരുന്നോ? ബെൽജിയത്തിനോട് തോക്കുന്നു തോന്നിയിരുന്നില്ല. ഇത്ര വലിയൊരു മാർജിന് തോൽക്കുന്നു വിചാരിച്ചില്ല. കാരണം അമേരിക്കയുടെ മറ്റേ 2 കളികളൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവായിട്ട് അറ്റാക്കിംഗ് കളിയാണ് കളിച്ചത്. ഇന്ന് അമേരിക്ക
പൂർണ്ണമായും നിഷ്പ്രഭമാക്കിയ ഒരു കളിയായിരുന്നല്ലോ ബെൽജിയത്തിന്. ഇത്ര വലിയൊരു മാർജിൻ ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പലരും അമേരിക്കയെ തന്നെ ഈ കളി പകുതിയായപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. എനിക്ക് തന്നെ കിട്ടിയ പലരും മെസ്സേജ് ഐ എം ഡൺ വാച്ചിങ് എന്നാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വന്നതുകൊണ്ട് പക്ഷേ യു എസിന് ഇതായിരുന്നു ഏറ്റവും നല്ലൊരു ചാൻസ്. ഐ തിങ്ക് ഇന്നത്തെ കളി അല്ല ഈ ബെൽജിയമായിട്ടുള്ള കളിയിൽ ജയിച്ചിരുന്നെങ്കിൽ അമേരിക്കയുടെ സോക്കർ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയേനെ. കാരണം ഇനി ഹോസ്റ്റ് സിറ്റി അല്ല, ഇനിയിപ്പോ ക്വാളിഫൈ ചെയ്ത് വരണം, ഇനി അത് അടുത്തൊരു ടൂർണമെന്റിലേക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല. ഇതിനകത്ത് പിന്നെ നമ്മൾ പൊതുവെ ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം കേരളത്തിലെ പത്രങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ലോകകപ്പിന് ഞങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിടും. അപ്പം നമുക്കറിയാം മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഒന്നിച്ച് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. മാത്രമല്ല അമേരിക്കയിലെ 2 നഗരങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയിറ്റേഴ്സ്, AP അല്ലെങ്കിൽ ഒരുപാട് ഇത് മാത്രമായിട്ടുള്ള ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയുള്ള വായനക്കാരെ പറ്റിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരു നല്ല ഡെസ്ക് ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള സംഗതികൾ കൊടുക്കുന്നുള്ള ഈ ആൾക്കാരുടെ ഒരു കളി കാണാൻ പോകുന്നു എന്നല്ലാതെ ഒരാൾക്കും മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഒരിക്കലും ന്യൂയോർക്ക് ഈ പറഞ്ഞ ന്യൂജേഴ്സിയിലേക്ക് വരാൻ പറ്റില്ല, ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഈ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സാധനം കേരളത്തിലുണ്ട്. അതെ, എനിക്കും അത് ലോജിസ്റ്റിക്സിന്റെ പ്രശ്നമാണ്. കാരണം ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് കളി, ഞാൻ അർജന്റീനയുടെ കളി മാത്രം കാണുമെന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ അർജന്റീന ഒരു ദിവസം കാൻസസ് സിറ്റിയിലായിരിക്കും കളിക്കുന്ന, അടുത്ത ദിവസം വേറൊരു സ്ഥലത്തായിരിക്കും കളിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോളിനെ കുറിച്ച് ഞാൻ അധികം റിപ്പോർട്ടുകൾ കാണുന്നില്ല, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഫുട്ബോളിനെ കുറിച്ച് റിപ്പോർട്ട് കാണുന്നില്ല. അവരെവിടെയാണോ അവിടുത്തെ കൗതുകപരമായ കാര്യങ്ങൾ, ഇപ്പൊ മെക്സിക്കോയിലെ അതായത് ഒരു സ്ഥലനാമ കഥകള്, അല്ലെങ്കിൽ അവിടെയുള്ള ലിറ്ററേച്ചറിന്റെ ഒരു സർക്യൂട്ട്, ഇതൊക്കെ അത് നമുക്കല്ലാതെ ഒരു യാത്രാവിവരണത്തിൽ ചെയ്യാവുന്ന സംഗതികളേ ഉള്ളൂ. പക്ഷെ ഈ കളി കാണുക എന്ന് പറയുന്നതേ ഒരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും ഇപ്പം ഏത് വലിയ പത്രമായാലും ഒരു പിന്നെ നമ്മളിപ്പോ പറയാം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്കൊക്കെ കൂടുതൽ റീസോഴ്സസ് ഉള്ളത് കൊണ്ട് ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റ് ആയാലും എല്ലാ സിറ്റീസിലും അവരുടെ സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു പത്രസ്ഥാപനം അവർ തന്നെയാണല്ലോ ഇതിന്റെ ചെലവും വഹിക്കേണ്ടത്. ഫീഫ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിൽ പോകണമെങ്കിലും അവരും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, ഹോട്ടൽസ് ഒക്കെ എടുക്കണം. അപ്പൊ ഭീമമായ ഒരു ചെലവ് വരുന്നു, ലൊജിസ്റ്റിക്കലായിട്ട് ഇഷ്യൂ വരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ഒരു യാത്രാ വിവരണവും ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്ത ലേഖനങ്ങൾ എഴുതുക എന്നല്ലാതെ അത് ആ രീതിയിൽ നല്ലതാണ്. അതെ, നല്ലതാണ്. പക്ഷെ ഒരു ചെയ്യാവുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു മലയാളി സ്പൈസ് അതിൽ കൊണ്ടുവരിക, അതെ അത് ചെയ്യാം. പക്ഷേ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സജീവ്. ഈ ലോകകപ്പിന്റെ എക്കണോമിക്സിനെ കുറിച്ച് അറിയാൻ മലയാളി വായനക്കാർക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും എഴുതുന്നില്ല. ഇപ്പോൾ അവിടെ നടക്കുന്ന ചില കൗതുകരമായ കാര്യങ്ങൾ, അതിപ്പോ യൂട്യൂബിലൊക്കെ പല വ്ളോഗേഴ്സും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഫുട്ബോളിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ലേഖനങ്ങളൊന്നുമില്ല. ഇപ്പൊ ഡെയിലി റിപ്പോർട്ടിംഗ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് പത്രം അടിച്ചു വരുമ്പോഴേക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. മാത്രമല്ല ടൈം സോണും വലിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. അതെ അതെ. അപ്പോൾ എബവ് ആൻഡ് ബിയോണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫീൽഡ് എഴുതാവുന്നതുള്ളൂ. പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കിഷോറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇമിഗ്രൻസിന്റെ ഒരു വലിയ ഫ്ലോ ആണല്ലോ ഈ സമയത്ത് നടക്കുന്നത്. പലർക്കും വിസ കിട്ടിയിട്ടില്ല, ഇതിലിപ്പം കളിക്കാർക്ക് കിട്ടിയിട്ടില്ല, ചില സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ പുറത്താക്കിയിട്ടുണ്ട്, ചില ഒഫീഷ്യൽസിനെ പുറത്താക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിയ ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു ഇമിഗ്രൻ്റ് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു ഹബ്ബാണ്. അവിടെ ഇരിക്കുമ്പം ശരിക്കും പിന്നെ കിഷോറിനോ എനിക്കോ ഒക്കെ തോന്നുന്ന ഒരു അമേരിക്കയായിട്ട് നമ്മൾ ഐകമത്യപ്പെടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതലായിട്ട് ഈ സമയത്ത് നടക്കുന്നുണ്ടെന്നൊരു വേർച്വലായിട്ട് തോന്നുന്നുണ്ടോ? സത്യത്തിൽ അങ്ങനെയില്ല, കാരണം ഇപ്പം ട്രംപിൻ്റെ ഒക്കെ പൊളിറ്റിക്സ് അതിനെതിരാണ്. എന്നാൽ പോലും ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഒരുപാട് വരുന്നു പോകുന്നു എന്നുള്ള അത് ശരിക്കും ഉണ്ടെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഞാൻ ബ്രസീൽ മൊറോക്കോ കളിക്കാണ് ആദ്യം പോയത്. അപ്പോൾ ശരിക്കും തോന്നുന്നത് സ്റ്റേഡിയം ഒരു മഞ്ഞക്കടൽ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ബ്രസീലിൽ നിന്ന് വന്ന ആൾക്കാരല്ല, അതെ അമേരിക്കയിലുള്ള ബ്രസീലിയൻ പോപ്പുലേഷനാണ് അതിൽ ഒരു 80-85%. ഞാൻ ജർമ്മനി എക്വഡോർ കളിക്കുമ്പോയിരുന്നു. എക്വഡോർ കളിക്കുമ്പോൾ 90% അമേരിക്കയിലേക്ക് ജീവിക്കുന്ന എക്വഡോറിയൻസ് ആണ്. അതുപോലെ തന്നെ മൊറോക്കോയിൽ കുറച്ച് പേര്. പക്ഷെ യൂറോപ്യൻസിന്റെ കാര്യം അതല്ല. യൂറോപ്യൻസിന് മിക്കവർക്കും അമേരിക്കയിൽ വരാൻ വീസ വേണ്ട. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നായാലും ഇംഗ്ലണ്ടിൽ നിന്നായാലും. അപ്പോൾ ഈ ജർമ്മൻ സപ്പോർട്ടർ സ്റ്റാൻസിലൊക്കെ ഉള്ളവർ
ഇപ്പോൾ FC ബയൻ്റെ സപ്പോർട്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫാൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മിക്കതും ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ്, അമേരിക്കയിലെ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് ആണ് കളി കാണാൻ വരുന്നത്. എൻ്റെ അടുത്ത് ഒരു കളിക്ക്, ഇംഗ്ലണ്ട് പാനമ കളിക്ക്, പാനമയിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരല്ലാതെ പൊതുവെ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് ആണ് ഇതിനെ ഒന്ന് നിലനിർത്തി പോകുന്നത്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ ഗെയിംസ്, സൗത്ത് അമേരിക്കൻ ഗെയിംസ്. യൂറോപ്യൻസ് ഇംഗ്ലീഷ് ഫാൻസ്, നമുക്കറിയാം അവർ ലോകത്തെ എവിടെ കളി നടന്നാലും, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും 10,000-കണക്കിന് അവരവിടെ എത്തും. പിന്നെ അവർക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സസും ഉണ്ട്, അവർക്ക് അതിന് സംഘടിതമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, വിസ ഇഷ്യൂസ് ഇല്ല, ഫെമിലിയാരിറ്റി ഉണ്ട്, അതുകൊണ്ടൊക്കെ കൂടുതൽ പേര് എത്തുന്നുണ്ട്. പക്ഷെ പൊതുവേ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കേപ്പ് വേർഡിന്നും കുറെ പേരൊക്കെ കേപ്പ് വേർഡിയൻ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ, അല്ലെ, ക്യൂറസാവോയിലുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമിഗ്രൻ്റ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ബാക്ക് ബോൺ അമേരിക്കൻ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റീസ് ആണെന്ന് പറയേണ്ടി വരും. 80,000 ആൾക്കാരൊക്കെയാണ് മിക്ക കളിയിലും ഉണ്ടെങ്കിലും ഈ മെയിൻ സ്ട്രീം അമേരിക്കൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് അത്ര അധികമില്ല. ഹാർഡ് കോറായിട്ട് സോക്കർ ഫോളോ ചെയ്യുന്നവരെ ഒഴിച്ച് പൊതുവെ മെക്സിക്കൻ അമേരിക്കൻസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ക്രൗഡ്. നമ്മൾ ഈ പറഞ്ഞല്ലോ ഇമിഗ്രൻസിൻ്റെ ഇത് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇമിഗ്രൻ്റ് പോപ്പുലേഷൻ, ഡയസ്പോറ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ ഒരു ഫെസ്റ്റിവൽ നടത്താൻ പറ്റിയ ഒരു സമ്പ്രദായമാണ് ശരിക്കും ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ മറ്റൊരു സംഗതി പോലെയല്ല, കാരണം എല്ലാ തരത്തിലുള്ള ജനപ്രാതിനിധ്യവും വരുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും എനിക്ക് തോന്നിയത്, ഒരു ഉദാഹരണം പറയാൻ, ഇന്നലെ ഇപ്പം ഈ അമേരിക്കൻ പ്ലെയറിൻ്റെ റെഡ് കാർഡ് അത് മാറ്റാൻ വേണ്ടി ട്രംപ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ട്രംപ് ആവശ്യപ്പെടുമ്പോൾ അത് ഏതെങ്കിലും റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളൊരു വാദമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതൊരു വളരെ അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. ഇദ്ദേഹം ഹോർമൂസ് കടലിടുക്കിലും അല്ലെങ്കിൽ ഇറാനിലൊക്കെ ചെയ്യുന്ന അതേ സംഗതി തന്നെയാണ് ഫിഫയിലും ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ എന്നാൽ പോലും എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു കളിക്കാരന് ഒരു റെഡ് കാർഡ് കിട്ടിയപ്പം അടുത്ത കളിക്ക് അതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്നതിലുള്ള ഒരു കളി കമ്പമുള്ള ഒരാളാണെങ്കിൽ ഓക്കെ. പക്ഷെ ട്രംപ് കളി കാണുന്നുണ്ടോ? അത് അങ്ങനെ എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്താ? ട്രംപ് കളി ഇതുവരെ ഒരു കളിക്കും പോയിട്ടില്ല. അദ്ദേഹം പെർഹാപ്സ് ഫൈനലിന് വരുമെന്നാണ് ഇൻഫന്റിനോ പറയുന്നത്. സാധാരണ അമേരിക്കൻ പ്രസിഡൻസ് അമേരിക്കയുടെ ആദ്യത്തെ കളിക്ക് പോകാറുണ്ട്. ഇപ്പം നോർവേൻ്റെ കിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം പോയിട്ടില്ല, വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ബാലഗന്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഈ ബാലഗന്റെ കളി നേരിട്ട് കണ്ടത് കോമേഴ്സ് സെക്രട്ടറി ഹാർവർഡ് ലാറ്റിനിക് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൻ്റെ ഈ ഫിഫ ടാസ്ക് ഫോഴ്സിൻ്റെ ഹെഡ് ചെയ്യുന്ന ആൻഡ്രൂ ജൂലിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയപ്പോൾ ഈ പ്രോസസ്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവർ രണ്ടുപേരും വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെടുന്നു. വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്, വാട്ട് ഇസ് ദിസ് റെഡ് കാർഡ്, ദിസ് ഇസ് അഗെയിൻസ്റ്റ് അമേരിക്കൻ വാല്യൂസ്, ഒരാളെ അടുത്ത കളിക്ക് കളിക്കാൻ പറ്റില്ല. അതായത് ഫുട്ബോളിന്റെ വാല്യൂസ് അല്ല അമേരിക്കൻ്റെ വാല്യൂസ് അല്ല ഒരു അമേരിക്കൻ പ്ലെയറിനെ, കാരണം അവർക്ക് അതിന്റെ പ്രോസസ്സ് അറിയില്ല. അപ്പോൾ വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉടനെ അവർ ഒരു ലോയേഴ്സിന്റെ ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുന്നു. വൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പ് അപ്പം തന്നെ ആ പ്രോസസ്സ് തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്തു, US സോക്കർ ഫെഡറേഷനെ ലോയേഴ്സിനെ കൊണ്ടൊരു സ്ട്രക്ചേർഡ് അപ്പീൽസ് ഉണ്ടാക്കി. അവരൊരു മെമ്മോ ഡ്രാഫ്റ്റ് ചെയ്ത് ശരിക്കും ഇതിൻ്റെ ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ റീപ്ലേ സ്ലോ മോഷനിൽ കാണാൻ പാടില്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ക്ലൗസ് എന്ന് പറഞ്ഞ ബ്രസീലിയൻ റെഫറിയുടെ മുൻപ് ഇദ്ദേഹം വളരെ ഇറാഷണലായിട്ട് പല റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്, മാച്ച് ഫിക്സിങ് ആലിഗേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇവരൊരു US സോക്കർ ഫെഡറേഷൻ ഫിഫയ്ക്ക് ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് ഒരു അപ്പീൽ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റ് ട്രംപ് ജിയാനി ഇൻഫന്റിനോവുമായിട്ട് നേരിട്ട് സംസാരിച്ച് അവർ രണ്ടുപേരും പറയുന്നത്, ഇതിൽ എന്താണ് ഔട്ട്കം വേണ്ടതെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല, പക്ഷെ ദിസ് ഇസ് ദി ഇഷ്യൂ, പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ്, പ്ലീസ് കൺസിഡർ, പ്ലീസ് റിവ്യൂ എന്നാണ്. നമുക്കറിയാം ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ഹെഡ് ഒരു UAE ബേസ്ഡ് ലോയറാണ്. പിന്നെ ഒരു 10-12 രാജ്യങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇൻഫന്റിനോ പറയുന്ന അടുത്ത കാര്യങ്ങൾ നിൽക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരു സ്റ്റേറ്റ് ഒരു പ്ലെയറിന് വേണ്ടി ഇടപെടുന്നത് നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കണ്ടില്ല. 1962 ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ വേറൊരു വലിയൊരു അയറിനി എന്താ അറിയോ, നമ്മൾ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയാറുണ്ട്. വലിയ വിവാദം നടക്കുന്നത് എന്താ പൗരാവകാശം, ജന്മത്തിലുള്ള പൗരാവകാശം. അതിപ്പോൾ സുപ്രീം കോടതി അത് ക്വാഷ് ചെയ്തല്ലോ ആ ഓർഡർ. ഈ ബലോഗന്റെ കാര്യം എന്താ പറയുക, ബലോഗന്റെ പേരൻസ് അവർ ലണ്ടനിൽ താമസിക്കുന്ന നൈജീരിയൻ പേരൻസാണ്. അപ്പോൾ
അമേരിക്ക വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അമേരിക്ക വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ബലോഗൻ്റെ മദർ വാസ് 8 months പ്രഗ്നൻറ്റ്. തിരിച്ച് ലണ്ടനിലേക്ക് പോകുമ്പോൾ പ്ലെയിൻ ബോർഡിങ് ഡിനൈ ചെയ്തു. 8 months പ്രഗ്നൻ്റ് ആയിട്ട് ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ യു ടു ഫ്ലൈ. അങ്ങനെ അവർ തിരിച്ച് ലണ്ടനിൽ പോവാതെ ന്യൂയോർക്കിനടുത്ത് ബ്രൂക്ലിനിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു. 2 മാസങ്ങൾക്ക് ശേഷം ബലോഗൻ അമേരിക്കയിൽ ജനിക്കുന്നു, അമേരിക്കൻ പൗരനായി മാറുന്നു. അത് ശരിക്കും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് കേസിൽ ട്രംപ് എതിർക്കുന്ന സാധനത്തിന്റെ അതെ, അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി കളിക്കുന്നു. ആ ബലോഗന് വേണ്ടി തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസ് ഇടപെട്ടു. അതാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതെ, പാരഡോക്സ് അതാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് വലിയൊരു പ്രോസസ് ഉണ്ടായിരുന്നു. US സോക്കർ ഫെഡറേഷൻ വൈറ്റ് ഹൗസിന്റെ ശക്തമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇൻഫന്റീനോവും നമുക്കറിയാം, ഇൻഫന്റീനോ ഫിഫ പീസ് പ്രൈസ് ട്രംപിന് സമ്മാനിച്ച വ്യക്തിയാണ്. അല്ല, അദ്ദേഹത്തിന് വേൾഡ് പീസ് പ്രൈസ് ഒക്കെ കിട്ടണമെന്ന് പറയുന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല, ട്രംപുമായിട്ട് എങ്ങനെങ്കിലും അടുപ്പം സ്ഥാപിക്കാൻ ഇൻഫന്റീനോ വളരെ വർഷങ്ങളായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ടു ഗെറ്റ് ഫേവേഴ്സ് ടു ട്രംപ്. അതുകൊണ്ടാണ് ഈ ഫിഫ പീസ് പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഗാസയുടെ ബോർഡ് ഓഫ് പീസിൽ അതിൽ പോലും ഇൻഫന്റീനോ അംഗമായിരുന്നല്ലോ. അപ്പം അങ്ങനെ വൈറ്റ് ഹൗസായിട്ട് വളരെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇൻഫന്റീനോ. അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫന്റീനോ ചെയ്യാതിരിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ഈ റെഡ് കാർഡ് തെറ്റോ ശരിയോ എന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ ബലോഗൻ്റെ ഒരു പ്രശ്നമല്ല. ഇത് എനിക്ക് തോന്നുന്നു ബിയോണ്ട് ദാറ്റ് ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, അത് ഈ കളിയെ എങ്ങനെ ബാധിക്കും? അതാണല്ലോ ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷൻ ചോദിക്കുന്നത്, ബെൽജിയം ഫുട്ബോൾ ഫെഡറേഷൻ ചോദിക്കുന്നത്, UEFA ചോദിക്കുന്നത്. വേർ ഡസ് ദിസ് സ്റ്റോപ്പ്, വേർ ഡസ് ദിസ് ഗോ നെക്സ്റ്റ്? കാരണം അതൊരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് ഇത് ശരിക്കും തോന്നുന്നത്, ഇപ്പം കിഷോർ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ഇമോഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. അതും ഉണ്ടാവും. ഒരുപക്ഷെ ബെൽജിയമായിട്ട് അമേരിക്ക ജയിച്ചിരുന്നെങ്കിൽ അതെ, വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന മെസ്സേജിങ്ങും നാരറ്റീവും വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു 4-1 ടീം USA തോറ്റത് കൊണ്ടാണ് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ലോകവ്യാപകമായിട്ട് പറയുന്നത്, ഇപ്പോൾ UEFA ആയാലും അല്ലെങ്കിൽ എല്ലാ തരത്തിലും, ബാഴ്സലോണയുടെ ഒരു വലിയൊരു മാനേജർ പറഞ്ഞു, കാരണം വെച്ചാൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഫുട്ബോളാണ്. അതെ, തിരിച്ചായിരുന്നെങ്കിൽ വ്യത്യാസം വന്നേനെ. ഇനിയിപ്പോ പല സോഷ്യൽ മീഡിയയിലൊക്കെ പല ചർച്ചകൾ കണ്ടില്ലേ. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്ലെയർ ഇപ്പോൾ യെല്ലോ കാർഡ്, കിങ് ചാൾസ് ഷുഡ് കോൾ ഇൻഫന്റീനോ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആൾക്കാർ. ഇപ്പം ഫ്രാൻസ് പോലീസിന്റെ എല്ലാവരും യെല്ലോ കാർഡ് റദ്ദ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അടുത്ത ചാൻസിലും കൂടി അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഇമോഷണൽ ആയിട്ട് കാണുന്നു. അപ്പം നമുക്ക് വീണ്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ, ശരിക്കും ഈ ട്രംപിനെ പറ്റി ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ട്രംപിനോടൊരു പ്രത്യേകിച്ചൊരു വൈകാരികമായിട്ടുള്ളൊരു വിരോധം ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ശരിക്കും ഒരു ഇമോഷണലായിട്ട് ഇങ്ങനത്തെ സംഗതികളോടൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണോ? കാരണം വെച്ചാൽ എൻ്റെ ഒരു കളിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു റെഡ് കാർഡ് ഞാനൊന്ന് വിളിച്ച് പറഞ്ഞാൽ എന്നൊക്കെയുള്ള സാധാരണ സ്വാഭാവിക അത് തന്നെയായിരിക്കും അദ്ദേഹം ഈ കടലിടുക്കലും ഇറാനിലും ഒക്കെ കാണിക്കുന്ന സാധനങ്ങൾ. കാരണം വലിയൊരു ഡിപ്ലോമാറ്റിക് ബുദ്ധിയുള്ള ഒരാളല്ല ട്രംപ് എന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലാവും. കാരണം ഈവൻ നമ്മളെ ബുദ്ധി പോലും ഇല്ലാന്ന് തോന്നിപ്പോവും ചിലപ്പോൾ, എനിക്കറിയില്ല അത്. പക്ഷേ ഈ അങ്ങനെ ഒരു ഇമോഷണൽ ഒരു പാട്രിയോട്ടിസം ഇതൊക്കെയുള്ള ഒരു മനുഷ്യനാണോ? ഒരു ഇമോഷണൽ എലിമെന്റ് ഉണ്ട് അദ്ദേഹത്തിന്. അത് പണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഇഫ് അമേരിക്ക ഇസ് റോങ്ഡ് ഓർ ഇഫ് എൻ അമേരിക്കൻ ഇസ് റോങ്ഡ് ആൻഡ് ഇഫ് ഐ കൻ ഡു സംതിങ് ഐ വിൽ ഡു സംതിങ്, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അപ്പം അദ്ദേഹം ഈ കളി കണ്ടിട്ട് അദ്ദേഹത്തിന് ഇത് കളിയെക്കുറിച്ചോ റെഡ് കാർഡിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അല്ല, സ്വാഭാവികമായിട്ടും അല്ല, ഫുട്ബോൾ കാണുന്ന ആളാണെങ്കിൽ മനസ്സിലാവുമല്ലോ. അല്ല, ഇങ്ങനെ പൊന്തിക്കഴിഞ്ഞ കാലം. അതെ, സോക്കർ ഒന്നും കാണുന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ സ്പോർട്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതൽ ഈ UFC ചാമ്പ്യൻഷിപ്പും ഫൈറ്റിംഗും ഒക്കെ, ബാസ്കറ്റ് ബോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോക്കറിലൊന്നും അദ്ദേഹം ഇതിനു മുൻപ് വന്നിട്ടുള്ള ഒന്നും നമുക്കറിയില്ല. പക്ഷെ വൈറ്റ് ഹൗസിലെ അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സ് അദ്ദേഹമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് വി ഷുഡ് ആക്ട്, വി ഷുഡ് ഡു സംതിങ്. നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഒരു അമേരിക്കൻ അടുത്ത മാച്ചിൽ കളിക്കാൻ പറ്റാത്തത് ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഈസ് എ റോങ്, ഇറ്റ്സ് സംതിങ് ദാറ്റ് ഈസ് റോങ് അഗെയിൻസ്റ്റ് അവർ നേഷൻ എന്ന ഒരു ഇമോഷണൽ വികാരത്തിൻ്റെ മേലിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിം ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി നേഷൻ സ്റ്റേറ്റ്. റൈറ്റ്, ആ റെഡ് കാർഡ് അവിടെ കൊടുക്കണം, റെഡ് കാർഡ് അല്ലെങ്കിൽ റെഡ് കാർഡ് റൂള് മാറ്റണം. അതെ,
പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ തോപ്പിക്കാനൊന്നും പറ്റില്ല. അതെ അതെ, റെഡ് കാർഡ് റൂൾ ഉള്ളിടത്തോളം ദർ ഷുഡ് ബി നോ എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഈ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ റെഡ് കാർഡ് കിട്ടിയ എത്ര പേരുണ്ട്, അതൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ചിലത് യു ഡിസഗ്രി വിത്ത് സംതിങ്, യു അഗ്രി വിത്ത് സംതിങ്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഹാസ് ടു ചേഞ്ച് ഇറ്റ്. ഈ നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പൊക്കെ എല്ലാവരും ഇങ്ങനെ ഈ ഇതിൻ്റെ പ്രത്യേകിച്ചും ഇക്കോണമിസ്റ്റുമായിരിക്കുക, ഫോബ്സ് അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു സ്പെക്ടാക്കിൾ എന്നുള്ള രീതിയിൽ അമേരിക്കക്ക് അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. കാരണം അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ രാഷ്ട്രവും അമേരിക്ക തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു മോണിറ്ററി സ്കെയിലിംഗ്, അതിൻ്റെ ഒരു തരത്തിലുള്ള സർക്യൂട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ വളരെയധികം സംശയം ഉണ്ടായിരുന്നു. കാരണം അത് എത്രമാത്രം അമേരിക്കയിലേക്ക് വരും, അമേരിക്ക എത്രമാത്രം അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ തരത്തിലും ബാക്കി രാഷ്ട്രങ്ങളെ മുഴുവൻ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം ഉള്ള സമയത്ത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തരത്തിലാണ് ഇവിടെ ഇതൊരു ഗുണകരമായിട്ട് മാറുന്നത്? ഡിറക്റ്റായിട്ട് അമേരിക്കൻ സിറ്റീസിനോ അമേരിക്കയ്ക്കോ ഇതിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാനായിട്ടില്ല. അത് ഒരു സംശയം. ഫീഫയെ സംബന്ധിച്ചിടത്തോളം സജീവ്, ഈ ഫീഫയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഫീഫയുടെ ഏറ്റവും സക്സസ്ഫുൾ വേൾഡ് കപ്പ് ഇത് തന്നെയായിരിക്കും. അതെ, കാരണം ഇപ്പോൾ നമ്മൾ ഫീഫയുടെ ഈ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 10 to 11 ബില്യൺ ഡോളേഴ്സാണ് ഫീഫ ഇതിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നത്. ഈ വരുമാനത്തിൻ്റെ ഏകദേശം 39%, അറൗണ്ട് 3.9 to 4.1 ബില്യൺ ടെലിവിഷൻ റൈറ്റ്സ് ആണ്. 200 ടെറിട്ടറീസിലാണ് ടെലിവിഷൻ റൈറ്റ്സ് വിറ്റിരിക്കുന്നത്. അതിൽ 30 സെക്കൻഡ് പരസ്യത്തിന് $2 ലക്ഷം മുതൽ $7.5 ലക്ഷം വരെയാണ്. ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് ഒക്കെ നമ്മൾ പറയുമല്ലോ, വല്ലാതെ ഹൈഡ്രേഷൻ ബ്രേക്കിന് എനിക്ക് തോന്നുന്നത്, കാരണം ആ സമയത്ത് ചൂടുള്ള സമയത്ത് ഹൈഡ്രേഷൻ ബ്രേക്ക് കുഴപ്പമില്ല, അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിലൊരു വലിയൊരു ഇക്കണോമിക് കമ്പോണൻറ്റും ഉണ്ട്. കാരണം ഏകദേശം $550 മില്യൺ പരസ്യ സ്ലോട്ടുകൾ മാത്രമല്ല, നിങ്ങൾ പിന്നെ അമേരിക്കയുടെ എല്ലാ കളികളിലും, അതെ, ഇപ്പം നമ്മൾ പറയുന്ന ബേസ്ബോൾ ആയാലും എല്ലാ സംഗതികളിലും അമേരിക്കൻ ഫുട്ബോളിലായാലും ഒക്കെ തന്നെ 4 ക്വാർട്ടറായിട്ടാണല്ലോ. അതെ അതെ. അപ്പം ഈ സാധനത്തിൻ്റെ അകത്തുള്ള ഒരു വരുമാനത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ കൊതിയും രക്തം കുടിച്ചിട്ടുള്ള സ്വഭാവവും അമേരിക്കയ്ക്ക് ഉണ്ട്. അതുണ്ട്, അതൊരു ക്യാപിറ്റലിസ്റ്റ് ഇതായത്. കാരണം അല്ല, പക്ഷേ ഫുട്ബോളിൽ ലോകത്തൊരു സ്ഥലത്തില്ല, കാണിക്കുന്നില്ല. ഇല്ല. അത് ഫിഫയെ സംബന്ധിച്ചോളം 32 വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ ഒരു വേൾഡ് കപ്പ് നടന്നത്. ഇനി അടുത്ത വേൾഡ് കപ്പ് അമേരിക്കയിൽ നടക്കാൻ ഇനി ഒരു 30-40 വർഷം എടുക്കും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയിലെ സാധ്യതകൾ പരമാവധി മാക്സിമൈസ് ചെയ്യാൻ തന്നെയാണ് ഫിഫ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫിഫയുടെ ഒരു ബിസിനസ് മോഡലിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഖത്തർ ലോകകപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിഫയും ഖത്തർ ഹോസ്റ്റ്സും തമ്മിൽ റവന്യൂ ഷെയറിംഗ് ഉണ്ടായിരുന്നു, അതെ, കോസ്റ്റ് ഷെയറിംഗ് ഉണ്ടായിരുന്നു. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും നടക്കുന്ന ഈ വേൾഡ് കപ്പിൽ കംപ്ലീറ്റ് ഇറ്റ്സ് ഓൾ മാനേജ് ബൈ ഫിഫ. സെൻട്രലൈസ്ഡ് ആണ്. ടിക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി, മീഡിയ റൈറ്റ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഫിഫയാണ്. ഇപ്പോൾ റവന്യൂ മുഴുവൻ ഫിഫയ്ക്ക് പോകുന്നു, ചിലവുകൾ ആർക്ക് പോകുന്നു? ഹോസ്റ്റ് സിറ്റീസിന് പോകുന്നു. ഇപ്പോൾ ഹോസ്റ്റ് സിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റവന്യൂ അപ്സൈഡും നേരിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ടിക്കറ്റിങ്ങിൻ്റെ ഷെയർ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ആഡ്വർടൈസിങ്ങിൻ്റെ ഷെയർ കിട്ടുന്നില്ല. അപ്പോൾ ചില സിറ്റീസൊക്കെ ഇതിനോട് നോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷിക്കാഗോ എന്ന് പറഞ്ഞ സിറ്റി ഞങ്ങൾക്ക് വേൾഡ് കപ്പ് വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹോസ്റ്റ് സിറ്റീസ് ഇതിന് തയ്യാറായത്? അവർ പറയുന്നത് ഞങ്ങൾക്ക് ടൂറിസത്തിന് സാധ്യതകളുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്ന സന്ദർശകർ, ഈ പ്രേക്ഷകർ, ഈ കാണികൾ ഇവിടെ സ്പെൻഡ് ചെയ്യും, അപ്പോൾ ടാക്സ് റവന്യൂ കിട്ടും. ന്യൂയോർക്ക് സിറ്റി പറയുന്നത് ഞങ്ങൾക്ക് ഏകദേശം $55 മില്യൺ ടാക്സ് റവന്യൂവിന് സാധ്യതയുണ്ട്. പക്ഷേ ന്യൂയോർക്ക് സിറ്റി സ്പെൻഡിങ് $100 മില്യൺ. അതുപോലെ അപ്പോൾ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യും. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്ര വലിയൊരു ലോകം കാണുന്ന ഒരു കാർണിവലിൻ്റെ ഭാഗമാകാതിരിക്കുന്നത് മോശമാണ്, ഒരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് റീലൊക്കേഷൻ, അങ്ങനത്തെ പല സാധ്യതകളുമുണ്ട്. അപ്പോൾ ഡിട്രോയിറ്റ് പോലത്തെ സിറ്റി അല്ലെങ്കിൽ ഷിക്കാഗോ, അങ്ങനെ എത്രയോ സിറ്റീസ് ഉണ്ട്, അവർക്കൊക്കെ ഇത് നടത്താമായിരുന്നു. പക്ഷെ ചിലർ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഫിഫ കംപ്ലീറ്റ് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെയൊക്കെ അതിശയപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ ഖത്തറിലെ ടിക്കറ്റ് സെയിൽസ്, മാച്ച് ഡേ റവന്യൂസ് ഏകദേശം $950 മില്യൺ. ഇവിടെ ഇപ്പോൾ $3.2 ബില്യൺ വരെ എത്തും. അതിൽ കൂടുതൽ മാച്ചുകളുണ്ട്, അത് നമുക്ക് പറയാം. പക്ഷെ എന്നാലും ഞാൻ പോയ കളികളിലൊക്കെ സജീവ് 80,000+ ആണ്. ഇപ്പം തന്നെ 2 റെക്കോർഡ് തിരുത്തി കഴിഞ്ഞു. ഏറ്റവും അധികം കാണികൾ നേരിട്ട് സ്റ്റേഡിയത്തിൽ കണ്ടൊരു വേൾഡ് കപ്പാണിത്. ഓരോ കളിയിലും 80,000-ലധികമാണ്. അത് ഇത്ര വലിയ ടിക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഇതിനെ
മറക്കാതെ ഇതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുകയാണ് ഇപ്പോഴും. അതെ പക്ഷെ ഒരു എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ദ ഓൺലി ഗ്രൂപ്പ് ദാറ്റ് വിൽ ബെനിഫിറ്റ് ഫ്രം ദിസ് ഇസ് ഫീഫ. ഫീഫയ്ക്ക് ഏകദേശം $11 ബില്യൺ, 10-11 ബില്യൺ ഡോളറിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവും. ഹോസ്റ്റ് സിറ്റീസിന് ഇനിയും ഏതാനും വർഷങ്ങൾ ഇത് റീകൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം നമ്മൾ ഈ ആൾക്കാരെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇപ്പം ന്യൂജേഴ്സി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് 2 വഴിക്ക് പോകാം. ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകാം, അതുപോലെ തന്നെ ട്രെയിൻ സിസ്റ്റം ഉപയോഗിച്ച് പോകാം. അപ്പം ട്രെയിൻ സിസ്റ്റം നടത്തുന്നത് ന്യൂജേഴ്സി ട്രാൻസിറ്റ് എന്ന് പറഞ്ഞൊരു സെമൈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു കോർപ്പറേഷനാണ്, പക്ഷേ ഗവൺമെൻറ് ഫണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പോകണമെങ്കിൽ സാധാരണ ടിക്കറ്റ് എനി ഡേ $43 മില്യൺ അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അത് റീകൂപ്പ് ചെയ്യാൻ ഞങ്ങൾ കൂട്ടണം. അതുപോലെ തന്നെ പാർക്കിംഗ് $250-300. അപ്പോൾ ഇതൊക്കെ സ്റ്റേഡിയത്തിലെ അറ്റൻഡൻസ് കുറയ്ക്കുമെന്ന് വിചാരിച്ചെങ്കിലും കൂടുക ചെയ്തിട്ടില്ല. കിഷോറിൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണമല്ലോ. അതിനകത്തും ട്രെയിനാണ് നിങ്ങൾ ഈ മെട്രോ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? അപ്പോൾ നിങ്ങളുടെ പ്രൈസിങ് അതിൻ്റെ താരിഫും കൂടുമോ? ഇല്ല. നമ്മളുടെ സാധാരണ ഈ ഫീഫ കളിക്ക് പോകാൻ പ്രത്യേക ഒരു സ്റ്റേഷനിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഫീഫ ട്രെയിൻസിൻ്റെ സമയത്ത് മാച്ച് ടിക്കറ്റ്സ് ഇല്ലാതെ ആർക്കും ആ ട്രെയിൻ സ്റ്റേഷനിൽ, ഇപ്പം മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൻ്റെ ആ സ്റ്റേഷൻ്റെ പേര് സീകോക്കസ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ആ സീകോക്കസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ മാച്ച് ഡേക്ക് ഇറങ്ങണമെങ്കിൽ ഫീഫ മാച്ച് ടിക്കറ്റ് വേണം. അപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയ ഉടനെ അവിടെ സ്പെഷ്യൽ ബസ്സസ് നമ്മളെ നേരെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നു. അതിന് നമുക്കൊരു റിസ്റ്റ് ബാൻഡ് തരും. ആ റിസ്റ്റ് ബാൻഡ് കാണിച്ചാൽ പിന്നെ ഈ സ്റ്റേഡിയത്തിൽ മുഴുവൻ കാണുന്ന റിസ്റ്റ് ബാൻഡ്, നോ റിസ്റ്റ് ബാൻഡ് നോ റൈഡ് എന്നാണ് പോളിസി. ആ റിസ്റ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് അഡീഷണൽ കോസ്റ്റാണ്. പക്ഷേ ഈ അഡീഷണൽ കോസ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ വേറൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയോ? മറ്റ് സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം $100 ഞാൻ ട്രെയിനിന് കൊടുക്കുകയാണെങ്കിൽ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള പേർച്ചേസസ് അങ്ങനത്തെ അതൊക്കെ ആൾക്കാർ കുറയ്ക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ മറ്റ് ട്രെയിൻ സർവീസിനൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷെ പൊതുജനജീവിതത്തെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ട്രാഫിക്, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതുവരെ എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മളൊരു സ്ഥലത്ത് ഒരു കാർണിവൽ പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തെ അത് ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അത് ആ പ്രദേശത്തുള്ള ബാക്കി കൾച്ചറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം മെക്സിക്കോ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് ജീവിച്ചിരുന്നിട്ടുള്ളത്. ഞാൻ പിന്നെ ന്യൂയോർക്ക് ടൈംസിലോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റിലോ അങ്ങനെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് ഒരു പിൽഗ്രിമേജ് പോലെ പോകുന്നുണ്ട്, ഈ കളി കാണാൻ വരുന്ന ആൾക്കാർ. പിന്നെ ഈ കൊളംബിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു കൾച്ചറലായിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്. കാരണം അതൊരു വലിയ സംഭവം തന്നെയല്ലേ ഇതിൻ്റെ അകത്തുള്ള. ഇപ്പോൾ ട്രംപ് അറിയാത്തൊരു സംഗതി ഉണ്ട്. അത് ട്രംപിന് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ എന്നാൽ പോലും ഇപ്പം നമ്മളിപ്പം എസ്കോബാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോകുന്നു. എസ്കോബാർ ടൂറിലേക്ക് ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയുണ്ട്. അതാണ് 30% കൂടി എന്നാണ് പറയുന്നത്. ആൻഡ്രോ എസ്കോബാറിനെ വെടിവെച്ച് വന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടും പാബ്ലോ എസ്കോബാറിനെ ആ സമയത്ത് തന്നെ സന്ദർശിക്കാനും വേണ്ടിയിട്ടാണ് കൊളംബിയയിലേക്ക് പോകുന്നത്. അപ്പോൾ കൊളംബിയ ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ ഇത്തരം സാധനങ്ങളൊക്കെ ഒന്നിച്ചാണല്ലോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യവും. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ലൈഫിനെ എങ്ങനെയാണ് ബാധിച്ചത്? ലൈഫിനെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിംസ് നടക്കുന്ന സമയത്ത് വലിയൊരു ടൂറിസം ഇൻവേഷൻ ഉണ്ട് എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ടൈംസ് സ്ക്വയർ നമുക്ക് എടുക്കാം. ടൈംസ് സ്ക്വയറിൽ ഇപ്പോൾ ബ്രസീലിൻ്റെ ഒരു മാച്ച് ആണെങ്കിൽ ടൈംസ് സ്ക്വയറിൻ്റെ തലേദിവസം ഫുൾ ബ്രസീലിയൻ ഫാൻസാണ്. എവിടെ നോക്കിയാലും ടൈംസ് സ്ക്വയർ ഒരിക്കലും ഉറങ്ങാത്തൊരു സ്ഥലമാണെങ്കിൽ കൂടി നമുക്കൊരു 5 ഇരട്ടി ആൾക്കാർ ടൈംസ് സ്ക്വയറിൽ വരുന്നത് അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് പേട്രണൈസ് ചെയ്യുന്നു, അവിടെ പോകുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ബോസ്റ്റണിൽ വലിയ വലിയ പബ്ബുകളിൽ ബിയറിന്റെ സപ്ലൈ കംപ്ലീറ്റ് തീർന്നു. കാരണം ഈ സ്കോട്ടിഷ് ഫാൻസ്, അല്ലെങ്കിൽ മലയാളികളെല്ലാം വരേണ്ടി വരും. അതെ, സ്കോട്ടിഷ് ഫാൻസും ബ്രിട്ടീഷ് ഫാൻസും പോയി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പബ്സിലെ ബിയർ കംപ്ലീറ്റ് എംപ്റ്റി ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൾച്ചറൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്ക് തിരക്കുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ന്യൂയോർക്ക് സിറ്റിയിലാണെങ്കിൽ 9/11 മെമ്മോറിയൽ കാണാൻ വലിയ തിരക്കാണ്. അതുപോലെ തന്നെ ടൈംസ് സ്ക്വയർ, അങ്ങനെ പല മേഖലകളിലും ഇപ്പോൾ സിറ്റീസിലെ പല മേജർ അട്രാക്ഷൻസ് കാണാനൊക്കെ ഒരു കൾച്ചറലായിട്ട് അമേരിക്കയെ കൂടുതൽ ഡിസ്കവർ ചെയ്യുന്ന ഒരു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പല യൂറോപ്യൻസും ആദ്യമായിട്ട് അമേരിക്കയിൽ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല സിറ്റീസിൽ, ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന കളിയിൽ ഹോളിവുഡിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ വലിയ തിരക്കാണെന്ന് കേട്ടു. ഹോളിവുഡ്. അപ്പോൾ അത് ഇവിടെയുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മാർക്കേസിന്റെ പോലെ കൾച്ചറൽ ഐക്കോൺസിന്റെ പിന്നാലെ പോകണമെന്നില്ലല്ലോ.
സാധാരണ ടൂറിസം അട്രാക്ഷൻ ടൈം സ്ക്വയറിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലേ. ഇപ്പോൾ 10,000-കണക്കിന് ബ്രസീലിയൻസ് ഉണ്ടെങ്കിൽ തന്നെ 9,000 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല. പക്ഷെ അവരെല്ലാം ഒരുമിക്കുന്നു അല്ലേ. അവർ ആ ടീഷർട്ട് ഇടുന്നു, ഫ്ലാഗ് ഇടുന്നു. അപ്പോൾ അവർക്കൊരു കമ്മ്യൂണിറ്റിയായി ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരമായി വേൾഡ് കപ്പ് മാറി. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പിന്നെ കിഷോർ ആൻസർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ തരത്തിലും ഒരു ആൻറ്റി ഇമിഗ്രേഷൻ ഒരു വേവ് ഉണ്ടാക്കുകയാണ് അമേരിക്ക. അത് എന്തുകൊണ്ടെന്നുള്ളത് പിന്നെ ഡിസ്കസ് ചെയ്യുന്ന സംഗതിയാണ്. എന്നാൽ പോലും അതാണ് നമ്മളുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ ട്രംപും എല്ലാ തരത്തിലും, അതായത് റിപ്പബ്ലിക്കൻസിൽ മെജോറിറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കളി എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ ഒരു സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. ഇത് കാണുന്ന ഇതിൻ്റെ ഒരു വീഡിയോ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി കളിക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ്. അത് ഈ അമേരിക്കൻ മനസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കും ഈ ഫിഫ വേൾഡ് കപ്പ് കൊണ്ടെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു ആൻറ്റി ഇമിഗ്രേഷനെ കുറിച്ചും അല്ലെങ്കിൽ ഇത്രയധികം ഇൻഫ്ലക്സ് ഓഫ് പീപ്പിൾ കമ്മിങ് ഇൻ ടു ദി US അതിനെക്കുറിച്ചുള്ള നാരറ്റീവും മെസ്സേജിങ്ങും ഇല്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ടില്ല. അത് ഒരു പക്ഷേ ഫീഫയും വൈറ്റ് ഹൗസും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരിക്കും. കാരണം ഇതങ്ങ് നടന്നു പോട്ടെ, ഇത്രയും ജനങ്ങൾ വരുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു റെറ്ററിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജിങ് വേണ്ട എന്നുള്ളൊരു ഡെലിബറേറ്റ് സ്ട്രാറ്റജി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും നമ്മൾ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും വൺ ബിഗ് ഫാമിലിയാണ്. ഒരു പന്തിന് ചുറ്റും ലോകം ഓടുന്നു എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഒരു വൺ ബിഗ് ഫാമിലിയാണ്. അവിടെ യാതൊരുവിധ ഡിവിഷൻസും ഞാൻ കാണുന്നില്ല. ഞാൻ പല കളികൾക്കും പോയി. ആ ഫുട്ബോൾ റൈവൽറി എന്നല്ലാതെ ഒരു എത്നിക്കോ ഒരു നാഷണലിസ്റ്റിക് റൈവൽറി ഇല്ല. അതിന് പൊളിറ്റീഷ്യൻസും അഡ്മിനിസ്ട്രേഷനും അതിന് വിപരീതമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ ഒരു ഗ്ലോബൽ കാർണിവൽ നടക്കുന്നത്, ഒളിമ്പിക്സും അങ്ങനെ പലതും നടത്തുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ, അമേരിക്കയിൽ നടക്കുന്ന സിറ്റുവേഷനിൽ കുറച്ചൊക്കെ ഒന്ന് മയപ്പെടാൻ സാധ്യതയുണ്ട് സാധാരണ ജനങ്ങളിൽ. പക്ഷേ ഇതൊക്കെ ഈ വൈറ്റ് ഹൗസിലൊക്കെ പോളിസി നയങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമല്ലോ. കാരണം അതിനൊക്കെ ഒരു ക്ലിയർ പൊളിറ്റിക്കൽ ഡിമെൻഷനുണ്ട്. ഇപ്പോൾ ഇമിഗ്രേഷൻ പോളിസിയൊക്കെ ആയിക്കഴിഞ്ഞാലും. പക്ഷേ വേൾഡ് കപ്പ് ഈ സിറ്റുവേഷനെ വേഴ്സൺ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാം. ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു ശത്രുതാപരമായിട്ടുള്ളൊരു സംഗതി ഇതിനകത്തുള്ള പല നാഷൻ സ്റ്റേറ്റ്സിനോടും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിനകത്ത് ഏതാണ്ട് തീരെ ഇടപെട്ടില്ല. ഒന്ന് കളിയറിയാത്തതുകൊണ്ടാണോ നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു ഇടപെടൽ കാണുന്നില്ല. അങ്ങനെ ഒരു ഇടപെടൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ്റെ പല ആൾക്കാരും കളികൾക്ക് വരുന്നുമുണ്ട്. മാർക്കോ റൂബിയോ ആയാലും എല്ലാ മേജർ ക്യാബിനറ്റ് അംഗങ്ങളൊക്കെ മിക്ക കളികൾക്കും വരുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു ടെസ്റ്റിമോണിയൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി പ്രസിഡന്റ് എന്തായാലും വരും തന്നെ ഉറപ്പ്. കാരണം ഇത്ര വലിയൊരു ഗ്ലോബൽ സ്റ്റേജ് അദ്ദേഹം ഒഴിവാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫിഫ, ഇൻഫന്റീനോവും വൈറ്റ് ഹൗസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ്. ഈ വേൾഡ് കപ്പ് കഴിയുന്നത് വരെ വേൾഡ് കപ്പിന് എന്തെങ്കിലും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന പരാമർശങ്ങളോ പ്രസ്താവനകളോ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം വളരെ സ്മൂത്ത് ആയിട്ടാണ്. കാരണം ഇതിനെ ഒരു അമേരിക്ക വെൽക്കംസ് ദ വേൾഡ്. അമേരിക്ക നൂറ്റാണ്ടുകളായി ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഏറ്റവും അധികം സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ്. ഇപ്പോൾ ഷോർട്ട് ടേം ദർ ആർ ഇഷ്യൂസ്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും അത്തരം പരാമർശങ്ങളൊന്നും വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നില്ല എന്ന കാര്യം വളരെ ശ്രദ്ധേയം തന്നെയാണ്. ഞാൻ കിഷോറിനോട് ചോദിക്കണം വിചാരിച്ചൊരു സംഗതിയെ, കാരണം കിഷോർ പിന്നെ അമേരിക്കയിലിരുന്ന് കളി കാണുന്നത്. കാരണം എനിക്കറിയാം ക്രിക്കറ്റിലും ഫുട്ബോളിലും നല്ല താല്പര്യമുള്ള ആളാണ്. അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോക്കർ എന്ന് പറയുന്ന സാധനം, നിങ്ങളോട് അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയണമല്ലോ. കാരണം വെച്ചാൽ അമേരിക്കക്കാരോട് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഫുട്ബോൾ കാണുന്നതിൽ ഇത്രയും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കിഷോർ ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ യാത്രകളും അത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനെ എന്തായാലും നമ്മൾ പിന്നെ എല്ലാം നമ്മുടെ ഒരു പ്രസ് എന്നുള്ള രീതിയിലൊന്നും അല്ലല്ലോ പോയി കാണുന്നത്. അല്ലാതെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പൈസയാണ് ചിലവാകുന്നുണ്ട്. അതിൽ പിന്നെ പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഒരുപാട് പേര് അതിനെപ്പറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടു. കാരണം വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പം മൊറോക്കോ എന്ന് വന്ന ആൾക്കാർ, ഇതുപോലുള്ള സംഗതികൾ എങ്ങനെയാണ് കിഷോറിനെ ബാധിച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ ഈ ഫുട്ബോൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ലോകത്ത് പല സ്ഥലത്തും സ്പോർട്സ്, പ്രത്യേകിച്ച് സജീവ് പറഞ്ഞ പോലെ ക്രിക്കറ്റ് കാണാൻ പോകുന്നതാണ്. അപ്പോൾ അമേരിക്കയിൽ നമ്മുടെ ജീവിതകാലത്ത് ഒരു ഫുട്ബോൾ കാർണിവൽ നടക്കുമ്പോൾ
നമ്മുടെയൊക്കെ ഫുട്ബോൾ ഈ ആരാധന തുടങ്ങിയത് കോഴിക്കോട്ട് സേഠ്നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റ് മുതലാണ്. അവിടുന്ന് അതെ, അവിടുന്ന് മോഹൻ ബഗാന്റെയും മുഹമ്മദൻ സ്പോർട്ടിങ്ങും കഴിഞ്ഞ് നമ്മളുടെ മുന്നിൽ, നമ്മളുടെ വീട്ടിന്റെ, നമ്മളുടെ ബാക്ക് യാർഡിൽ ഇത്ര വലിയൊരു കായിക മാമാങ്കം നടക്കുമ്പോൾ നമ്മളതിന് പോയില്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്നൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല കളികൾക്കും പോയത്. നമ്മൾ പോയത് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടെങ്കിലും കൂടിയും ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ ഒരു ലോകം ഇതിനെ ഒന്നിക്കുമ്പോൾ അതിന് പോകണം. അതിപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവർക്കും ഈ കളി കാണാൻ എത്തുന്നവർക്കൊക്കെ വലിയ ബാധ്യതയാണ്. പക്ഷെ ആ ബാധ്യതയൊക്കെ തൽക്കാലത്തേക്ക് മറന്നിട്ട് ഈ ഫുട്ബോളിനോടുള്ള കമ്പം, അല്ലെങ്കിൽ ഈ ഗ്ലോബൽ, നമ്മളൊക്കെ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. വെൻ ദ വേൾഡ് യുണൈറ്റ്സ് യു ഷുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന നിലയിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ സ്റ്റേഡിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സജീവ്, ഈ സ്റ്റേഡിയത്തിൽ വരുന്ന ഹാർഡ് കോർ ഫുട്ബോൾ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ നമ്മളൊരു കളിക്ക് പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഫ്ലാഗ്സ് അല്ലെങ്കിൽ ജേഴ്സീസ് എല്ലാം ഇട്ടിട്ടേ ഉള്ളൂ. ഒരു 95% ആൾക്കാരും അവരവരുടെ ടീമിൻ്റെ ജേഴ്സി ഇടാതെ സ്റ്റേഡിയത്തിൽ എത്തുന്നത്. എന്നെ പോലെയുള്ള വളരെ ഒരു മൈനോറിറ്റി ആൾക്കാർ മാത്രമേ ഇത് ഇടാതെ പോകുന്നുള്ളൂ. കാരണം നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ജർമ്മനി എക്വഡോറും തമ്മിലുള്ള കളിക്ക് എനിക്ക് പ്രത്യേകിച്ചൊരു ടീമിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ആ ജർമ്മനി എക്വഡോർ കളി നന്നാവണം. അതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലണ്ട് ടീമിനോട് താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഇംഗ്ലണ്ട് പാനമ കളിക്ക് പോകുമ്പോഴും ഞാൻ ജേഴ്സി ഒന്നും ഇട്ടില്ല. പക്ഷേ പൊതുവെ എല്ലാവരും, സോ യു ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. ഞാൻ ഒരു കളിക്ക് ജർമ്മൻ സപ്പോർട്ടേഴ്സിൻ്റെ നടുവിലായിരുന്നു ഇരുന്നത്. ഒരു 10,000 ജർമ്മൻ സപ്പോർട്ടേഴ്സിൻ്റെ നടുവിൽ ഞാൻ ഒരു റെഡ് ടീഷർട്ടുമായിട്ട് അവിടെ എത്തിയപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ആർ യു ഷുവർ യു ആർ ഇൻ ദ റൈറ്റ് സെക്ഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം ഇൻ ദ റൈറ്റ് സെക്ഷൻ, ബട്ട് യു ക്യാൻ സിറ്റ് ഹിയർ ബട്ട് സപ്പോർട്ട് ഇസ് ഹാർഡ് എന്നാണ് പറയുന്നത്. കാരണം യു ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. അതാണ് ഈ വേൾഡ് കപ്പിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ രാജ്യത്ത് അവരുടെ കോർ ആരാധകർ ആ ടീമിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പേര് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു വിശാലമായി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കുടക്കീഴിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഈ വേൾഡ് കപ്പ്. ഈ അമേരിക്കയിൽ ഈ ഒരു സ്റ്റേഡിയത്തിൽ, ഇപ്പം ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ കളി കാണണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യനൊന്നും കളി കാണാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഡൈനാമിക് പ്രൈസിങ്ങും അതുപോലെയുള്ള സംഗതികളൊക്കെ വന്നപ്പം നമ്മളുടെ ഈ ഏഷ്യ എന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? പ്രത്യേകിച്ചും ആഫ്രിക്കൻ കരീബിയൻ രാഷ്ട്രങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കയിലുള്ളവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ആദ്യം ഈ ഫീഫ ബിഡിങ് പ്രോസസ് ഒക്കെ തുടങ്ങുമ്പോൾ ലോട്ടറി സിസ്റ്റത്തിലാണല്ലോ ടിക്കറ്റ് കൊടുക്കുന്നത്. ആദ്യം $60 ടിക്കറ്റ് ലഭിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ വളരെ പരിമിതമായ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫീഫ ഈ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോംസിലെ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് നടത്തിയപ്പോഴാണ് ഈ ഡൈനാമിക് പ്രൈസിങ്ങിൻ്റെ ഭാഗത്ത് ചുരുങ്ങിയത് ഒരു ടിക്കറ്റിന് മിനിമം $1,500 മുതൽ $2,000 മുതൽ അങ്ങോട്ടാണ്. ഇപ്പോൾ ഫൈനലിൻ്റെ ഞാൻ ടിക്കറ്റ് പ്രൈസ് നോക്കുകയായിരുന്നു ജൂലൈ 19. ആ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല. ഏറ്റവും മിനിമം 300 സെക്ഷൻ, ഏറ്റവും മുകളിലെ സെക്ഷന് മിനിമം പ്രൈസ് ഇന്ന് ഞാൻ നോക്കുമ്പോൾ $10,000 മുതൽ $85,000 വരെയാണ് ഒരു ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എന്നാലും ഇനിയും 3% ടിക്കറ്റ്സ് മാത്രമേ സോൾഡ് ഔട്ട് ആവാനുള്ളൂ. അപ്പോൾ ഫൈനലിൻ്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ എത്ര കളി കാണും ആൾക്കാരൊന്ന്? വേൾഡ് കപ്പിൻ്റെ ഭാഗമാകാം, ഒരു കളിക്ക് പോകാം, $2,000 ചിലവാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും 4, 5, 6, 7 കളികൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ ഒരു അവസരമാണിത്. അത് എന്തൊക്കെ സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും കണ്ടു കളയാൻ തന്നെ ഒരു ആവറേജ് ഒരു ഫാൻ കണക്കാക്കുന്നത്. പക്ഷെ വലിയ ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻ ഈ കളിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഒരു കൾച്ചറൽ സംഗതികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ടെലിവിഷൻ, ഇപ്പം വീട്ടിനകത്തുള്ള ടെലിവിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പം നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്ത് ഒക്കെ ഉണ്ടാകുന്ന സംഗതികൾ, ഈ രീതിയിൽ ഫിഫ വേൾഡ് കപ്പ് അമേരിക്കയിലെ ലൈഫിനെ എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്? അമേരിക്കന് ലൈഫിനെ വലുതായി മാറ്റിയിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു ഓവറോൾ അമേരിക്കൻ പോപ്പുലേഷൻ ഇതിനെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ലൈസ് ഓഫ് എൻ അമേരിക്കൻ പോപ്പുലേഷനിൽ ഇത് വളരെ ആഴത്തിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയൊരു ലാർജ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു അമേരിക്ക വൈഡ് ഇതൊരു ഫിനോമിനൻ അല്ല. അതാണോ കൂടുതൽ അമേരിക്കക്കാർ കൂടുതൽ ആൾക്കാരാണോ കണ്ടിരിക്കുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ കാണുന്നത് വലിയ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, മെയിൻ സ്ട്രീം അമേരിക്കൻസും ഉണ്ട്, ഇൻഫ്ലക്സ് ഓഫ് ടൂറിസ്റ്റ് ഫ്രം യൂറോപ്യൻ കൺട്രീസും ഉണ്ട്. പക്ഷെ ലാർജ് സെക്ഷൻ ഓഫ് ദ അമേരിക്കൻ പോപ്പുലേഷൻ
ടെലിവിഷനിൽ കാണുന്നു, ഇതിൻ്റെ ഒരു കേഴ്സറി ആയിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ട് കണ്ടുപോകുക എന്നല്ലാതെ ഈ ഫുട്ബോൾ ആയിട്ട് ഫെമിലിയർ അല്ലാത്ത ആൾക്കാർ ഇതിന് വരുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.